Hello everyone, welcome to Say Cheers. ഇന്ന് ഞാനൊരു ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. പ്രഷർ കുക്കറൊന്നും ഉപയോഗിക്കുന്നില്ല, കടായിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് ബാസ്മതി അരി എടുത്തിട്ട് അതിനെ നന്നായിട്ട് കഴുകി അരമണിക്കൂർ കുതിർത്ത് വെക്കുക വെള്ളത്തിൽ. ഒരു കൈപ്പിടി നിറയെ വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക് എടുത്ത് നന്നായിട്ട് അരക്കുക പേസ്റ്റായിട്ട്. ഇനി വേറൊരു പാത്രത്തിൽ പൊടികളെല്ലാം എടുക്കുക. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റ്, 2 ടീസ്പൂൺ തൈര്. ഈ മസാലയിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ഇനി ഒരു വലിയ കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1.5 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ട് കുറച്ച് കാഷ്യൂസ് വറുത്തെടുക്കണം. കാഷ്യൂസ് ഒന്ന് ബ്രൗൺ ആകുമ്പോൾ അതിനെ കോരിയെടുത്തിട്ട് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് അതും ഒന്ന് വറുത്ത് കോരിയെടുക്കണം. ഇനി അതിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വലിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കി വറുത്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം അതൊന്ന് നന്നായി വറുത്തെടുക്കാൻ. അരമണിക്കൂർ കഴിയുമ്പോൾ അരി ഇതുപോലെ വെള്ളം വാർത്ത് വെക്കണം. ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് കോരി വാങ്ങി വെക്കണം. അത് ഇരുന്നുകൊണ്ട് ഒന്നും കൂടെ ക്രിസ്പായി ഡാർക്ക് ആകും കളർ. ആ എണ്ണയിൽ തന്നെ നമ്മളിനി കുറച്ച് ഗരം മസാലകൾ, പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്കായ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് 3 മീഡിയം സൈസ് വലിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ചെറിയ ഉള്ളി, ഒരു 8-10 ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മുഴുവനായിട്ട് ഇതിൽ ചേർക്കണം. ഉള്ളി ഒന്ന് വതങ്ങി കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ചേർക്കുക. ഉപ്പ് വേണമെങ്കിൽ നേരത്തെയും ചേർക്കാം കേട്ടോളൂ. ഉള്ളി നന്നായി വതങ്ങിയ ശേഷം അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കും. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറുന്ന വരെ ഒന്ന് വതക്കിയിട്ട് അതിലേക്ക് 1.5 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. മീഡിയം സൈസ് തക്കാളിയാണ്. തക്കാളി ഒന്ന് ചെറുതായി വതങ്ങിയ ശേഷം അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തോളൂ. പിന്നെ ആ മിക്സിയുടെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കൂ. വെള്ളം ഇത്ര മതി, ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തീ താത്തിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തോളൂ. വെള്ളം കൂടിപ്പോയാൽ പിന്നെ അതൊക്കെ വറ്റിക്കാൻ നിൽക്കണേ. വേറൊരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ 2.25 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് അരിക്ക് 2.25 ഗ്ലാസ് വെള്ളം. അതിൽ പിന്നെ ഈ നമ്മുടെ മസാലകളുണ്ടല്ലോ, തക്കോലം, ഗ്രാമ്പൂ, പട്ട, അതെല്ലാം ആവശ്യത്തിന്, ബേ ലീഫ് എല്ലാം ഇടുക. ശേഷം ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ചേർക്കണം. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഉള്ളി കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ആ കഴുകി വെച്ചിരിക്കുന്ന അരി അതും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനെ അടച്ച് വെച്ചിട്ട് തീ ഇത്തിരി താത്തിയിട്ട് വേവിക്കണം. തീ അങ്ങോട്ട് കൂട്ടി വെക്കാൻ പാടില്ല, തീ ചുരുക്കിയിട്ട് വെക്കണം. എന്നിട്ട് വെള്ളം വറ്റുമ്പോൾ നമ്മുടെ അരി ഒരുവിധം 3/4 വേവായിട്ടുണ്ടാവും. ഒരു ചെറിയ വാട്ടിയിൽ ഒരു 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള പാലെടുത്തിട്ട് 2 നുള്ള് കുങ്കുമപ്പൂ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി സൈഡിൽ മാറ്റി വെക്കണം. ഇതൊക്കെ വേണമെങ്കിൽ മാത്രം കേട്ടോ, ഇതൊക്കെ നിർബന്ധമുള്ള കാര്യമല്ല. 3-4 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ അരി ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചോറിനെ പൊട്ടാതെ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലുള്ള മസാലകളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, അതൊക്കെ എടുത്ത് മാറ്റിക്കളയുക. ഇപ്പുറത്ത് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മല്ലിയില, പുതിനയില ഒക്കെ ഒന്ന് വിതറി കൊടുക്കണം. പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ നമ്മുടെ കാഷ്യൂസ്, മുന്തിരിങ്ങ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഒന്ന് മുകളിൽ വിതറി കൊടുക്കണം. പിന്നെ ഒരു കാര്യം, ഞാൻ 1 കിലോ ചിക്കനും 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ചോറിനെ നന്നായിട്ടൊന്ന് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കണം.
പിന്നെ ആ ചോറിൻ്റെ മുകളിൽ നമ്മൾ ആ കുങ്കുമപ്പൂ പാലിൽ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ ചോറിൻ്റെ മുകളിലും നമ്മൾ കുറച്ചുകൂടെ മല്ലിയില, പുതിനയില, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കാഷ്യൂസ്, മുന്തിരിങ്ങ എല്ലാം ഒന്ന് വതറി കൊടുക്കണം. അവസാനം ഇതിൻ്റെ മുകളിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനെ ദമ്മ് കൊടുക്കണം. 15 മിനിറ്റ് ദമ്മ് കൊടുത്ത ശേഷം അതിനെ നമ്മൾ തുറക്കാതെ ഓഫ് ചെയ്ത് അരമണിക്കൂർ അതേപോലെ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിനെ തുറന്ന് നമുക്ക് ആ മസാലയും ചോറും കൂടെ ഒന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്യാം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു. ബൈ.